ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് 2023 CHSL ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം നടന്നത് 2/8/2023 ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് നോക്കാം. A can finish a work in 15 days. B can finish the same work in 25 days. They work together for 5 days. The rest of the work is finished by A and C in 4 days. Then C alone can finish the work in. സോ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ? എക്ക് ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം? 15 ദിവസവും ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ ആ സെയിം വർക്ക് ചെയ്യാൻ 25 ദിവസം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി എത്ര ദിവസം വർക്ക് ചെയ്തു? 5 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ബാക്കി വന്ന വർക്ക് ആരാണ് ചെയ്തത്? എയും സിയും കൂടി ചേർന്ന് 4 ദിവസം കൊണ്ടാണ് വർക്ക് തീർത്തത്. അങ്ങനെയാണെങ്കിൽ സിക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വെച്ചാൽ നമുക്കറിയാം എക്ക് എത്ര ദിവസം? എക്ക് 15 ദിവസം, ബിക്ക് ആണെങ്കിൽ 25 ദിവസം. സോ അവരെ LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75 എന്ന് കിട്ടും. സോ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5ഉം ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 കിട്ടും. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 75 എന്നും കിട്ടി. A/B അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 5/3 എന്ന് നമുക്ക് കിട്ടി. സോ എയുടെയും ബിയുടെയും എഫിഷ്യൻസി നമുക്ക് കിട്ടി, ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അവർ അതായത് എയും ബിയും കൂടി ചേർന്ന് എത്ര ദിവസം വർക്ക് ചെയ്തു? ആകെ 5 ദിവസമാണ് വർക്ക് ചെയ്തത്. സോ എയും ബിയും ചേർന്ന് എത്ര ദിവസം? 5 ദിവസം. സോ ആ 5 ദിവസത്തിനുള്ളിൽ അവർ എത്ര വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നോക്കണം. സോ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 5+3 എന്ന് പറയുന്നത് 8 അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി. അതായത് ഒരു ദിവസം അവർ രണ്ടുപേരും ചെയ്യുന്ന വർക്കാണ് എന്ത്? 5+3 എന്ന് പറയുന്നത് 8. അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്തു? 5 ദിവസം വർക്ക് ചെയ്യാൻ 5 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 75 വർക്കിൽ 40 വർക്ക് കംപ്ലീറ്റ് ആവും. എത്ര ദിവസം കൊണ്ട്? 5 ദിവസം കൊണ്ട്. സോ 75 വർക്കിൽ 40 വർക്ക് കംപ്ലീറ്റ് ആയാൽ ബാക്കി എത്ര വർക്ക് ഉണ്ടാവും? ബാക്കി റിമൈനിങ് 75 - 40 എന്ന് പറയുന്നത് ബാക്കി റിമൈനിങ് ആയിട്ട് 35 വർക്കാണ് ബാക്കി റിമൈനിങ് ഉണ്ടാവുക. സോ ഈ 35 വർക്ക് ആരാണ് ചെയ്തത്? എയും ബിയും കൂടി ചേർന്ന് 4 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്തത്. സോ നമുക്കറിയാം എന്ത്? ബാക്കി വന്ന ഈ 35 വർക്ക് എയും സിയും കൂടി ചേർന്ന് 4 ദിവസം കൊണ്ട്. സോ ഈ 4 ദിവസം കൊണ്ട് എ എത്ര വർക്ക് ചെയ്തു നോക്കാം. സോ 4 ദിവസം കൊണ്ട് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5. അതായത് 4 ദിവസം കൊണ്ട് എ എത്ര വർക്ക് ചെയ്തു? 4 ദിവസം കൊണ്ട് എ 20 വർക്കാണ് കംപ്ലീറ്റ് ആയത്. അതായത് 4 × 5 എന്ന് പറയുന്നതാണ് 20. സോ 4 ദിവസം കൊണ്ട് എ മാത്രം വർക്ക് ചെയ്ത് 20 വർക്ക്. സോ റിമൈനിങ് വർക്ക് ചെയ്യുന്ന വീണ്ടും 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 വർക്കാണ് ബാക്കിയുള്ള. ഈ 15 വർക്ക് ആര് ചെയ്തു? സി ചെയ്തു. എത്ര ദിവസം കൊണ്ട്? 4 ദിവസം കൊണ്ടാണ് സി ചെയ്തത്. സോ ബാക്കി വന്ന 15 ദിവസം സി 4 ദിവസം കൊണ്ട് ചെയ്തു. സോ ബാക്കി വന്ന വർക്ക് എത്ര? 15/4 ദിവസം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സിയുടെ എഫിഷ്യൻസി കിട്ടും. സോ സിയുടെ എഫിഷ്യൻസി എത്ര? 15/4 ആണ് സിയുടെ എഫിഷ്യൻസി വരുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും എത്രയാണ്? 75 തന്നെയാണ് ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ വർക്ക് സിക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. സോ സിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. എത്രയാണ്? 15/4 ആണ് സിയുടെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 75ഉം ബൈ സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15/4. 4 എന്ന് പറയുമ്പോൾ മേലേക്ക് പോവും. സോ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ആരുടെ? സിയുടെ എഫിഷ്യൻസി. അതാണ് 75/15/4/4 എന്നുള്ളത് മേലെ പോയി. സോ കട്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5. അതായത് 20 ഡേയ്സ് കൊണ്ടാണ് എന്ത്? ആ വർക്ക് സി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A dishonest shopkeeper professes to sell grains at the cost price, but he uses a weight of 920 grams for 1 kilo weight. Find his gain percentage. അതായത് ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് ഒരു ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പർ ആള് കോസ്റ്റ് പ്രൈസിന് തന്നെയാണ് എന്ത് സാധനം വിറ്റത്. പക്ഷെ എന്താ ആള് 1 കിലോന് പകരം എത്ര ഗ്രാമാണ് വിറ്റത്? 920 ഗ്രാമാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആളുടെ ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്ത്? ആൾ എത്ര ഗ്രാമാണ് വിറ്റേ? 920 ഗ്രാമാണ് ആൾ വിറ്റത്. അതുപോലെ ആൾ എത്രയാണ് ആൾക്ക് ലാഭം കിട്ടിയത്? 1 കിലോ വിൽക്കണമെന്ന് പറഞ്ഞ് 920 ഗ്രാമാണ് ആൾ വിറ്റത്. സോ എത്ര ഗ്രാമിൻ്റെ ഡിഫറൻസ്? 80 ഗ്രാമിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നത്. സോ ഈ 80 ഗ്രാമാണ് എന്ത്? ആളുടെ ലാഭം. സോ
80 ഗ്രാമാണ് ആളുടെ ലാഭം. അതായത് 920 എത്ര പെർസെൻറ്റേജ് ആണ് 80 ഗ്രാം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ പെർസെൻറ്റേജ് ആണ് എന്ത് ആളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വരുന്നത്. സോ ആൾ വിറ്റത് 920 ഗ്രാം, ആളുടെ ലാഭം എന്ന് പറയുന്നത് 80 ഗ്രാം. അതായത് 920 എത്ര ഗ്രാമാണ് 80 എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസറായി. സോ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് 80 ഗ്രാം എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും. സോ 0 ഇത് കട്ട് ചെയ്ത് പോയി, 4 2 വരും, 4 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 23 വരും. അതായത് 200/23 വരും. അതായത് ഓൾമോസ്റ്റ് 8.7% എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ പ്രോഫിറ്റ് എത്ര വരുന്നത്? 8.7% ആണ് നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ ബി 8.70% ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two circles of radius 12 cm and 30 cm are concentric. The length of the chord of the larger circle which touches the smaller circle is. അതായത് നമുക്ക് എന്താ, അതായത് 2 സർക്കിളാണ് ഉള്ളത്. 2 സർക്കിളിലും കോമൺ ആയിട്ടൊരു സെൻറ്റർ ആണ് ഉള്ളത്. അതിലെന്താ ലാർജർ കോഡിൻ്റെ, അതായത് ലാർജർ സർക്കിളിൻ്റെ കോഡിൻ്റെ ലെങ്ത് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് എന്താ, ലാർജ് സർക്കിളിലെ കോഡ് എന്ന് പറയുന്നത് സ്മോളർ സർക്കിളുമേ ടച്ച് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് എന്ത് ലാർജ് സർക്കിളിലെ കോഡ്. ആ കോഡ് എന്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്? സ്മോളർ സർക്കിളിലും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലെങ്ത് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 സർക്കിളിൻ്റെയും റേഡിയസ് തന്നിട്ടുണ്ട്. ബിഗ്ഗർ സർക്കിളിലെ റേഡിയസ് എന്ന് പറയുന്നത് 13ഉം സ്മോളർ സർക്കിളിലെ റേഡിയസ് എന്ന് പറയുന്നത് 12ഉം ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമ്മൾ എന്താ വരച്ചത്? അതായത് ആ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ എന്താ, അതായത് ആ കോഡിന് എന്താവും? ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് രണ്ടിൻ്റെയും ലെങ്ത്, അതായത് നമുക്കിത് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയും സിയും അതുപോലെ സിയും ബിയും രണ്ടിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് എന്താ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് ഈ കിട്ടിയേക്കണ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് 13, ബേസ് എന്ന് പറയുന്നത് 12 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസിക്കൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ. അതായത് 13ൻ്റെ സ്ക്വയർ മൈനസ് 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 5ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ പെർപെൻഡിക്കുലർ സൈഡ് എന്താ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ എ സി ആണ് 5 സെൻറ്റിമീറ്റർ എങ്കിൽ സി ബി എന്ന് പറയുന്നത് എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു 5 സെൻറ്റിമീറ്റർ തന്നെയാവും. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എത്ര വരും? എ ബി എന്ന് പറയുന്നത് 5 + 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ ആണ് എന്ത് നമുക്ക് ആ ലോങ്ങസ്റ്റ് കോഡിൻ്റെ ആൻസർ വരുന്നത്, ലെങ്ത് വരുന്നത്. സോ ഓപ്ഷൻ സി 10 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How long will the sum of money invested at 6% per annum simple interest to increase its value by 40%? അതായത് എന്താ, അതായത് പറഞ്ഞേക്കുന്നത് 6% ആണ് എന്ത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രിൻസിപ്പിളിന് 40% ഇൻട്രസ്റ്റ് കിട്ടാൻ എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് എത്ര ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിതിലെന്താ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് 100 ആണെന്ന് കൺസ്യൂം ചെയ്യാം. സോ അസ്യൂം ചെയ്യുമ്പോൾ പ്രിൻസിപ്പിൾ ആണ് 100. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര വരും? പ്രിൻസിപ്പിളിൻ്റെ 40% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. സോ 100ന് 40% എന്ന് പറയുമ്പോൾ 40 ആവും. അതായത് പ്രിൻസിപ്പിൾ 100 ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടണം? 40 കിട്ടണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 6% ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഐ ഈസ് ഈക്വൽ ടു PNR/100. ഇതാണ് എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. പി എന്ന് പറയുന്നത് എത്ര? 100 ഇൻറ്റു എൻ നമുക്ക് അറിയില്ല, ഇൻറ്റു 6 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 ചെയ്യുക. 100ഉം 100ഉം കട്ട് ചെയ്ത് പോകും. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് അറിയാം എത്രയാണ്? 40 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ എന്താ എൻ ഇസിക്കൽ ടു എന്ത് വരും? 40/6 എന്ന് വരും. അതായത് 20/3 എന്ന് വരും. അതായത് നമുക്ക് എത്ര കിട്ടും? 6/2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ എത്ര കൊല്ലം കൊണ്ട്? 2/3 ഇയേഴ്സ് കൊണ്ടാണ് എന്ത് പ്രിൻസിപ്പളിൻ്റെ 40% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. സോ ഓപ്ഷൻ ഡി 2/3 ഇയേഴ്സ് ആണ് നമുക്കവിടെ ആൻസർ കിട്ടുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
In a showroom, the market price of the various items are displayed in such a manner that after giving a 10% discount to the customers, the owner of the showroom earns a profit of 20%. What is the ratio of the market price and the cost price of each items? അതായത് ഷോപ്പിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഓണർക്ക് എത്ര കിട്ടി? 20% പ്രോഫിറ്റ് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് റിലേഷൻ അറിയാം, എന്ത്? എം പി ബൈ സി പി ഇസിക്കൽ ടു 100 മൈനസ് എം പി ബൈ സി പി ഇസിക്കൽ ടു 100 പ്ലസ് പി ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് ആണ് എന്ത്? മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. സോ നമുക്ക് എന്തറിയാം? നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. സോ തന്നേക്കുന്ന വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എം പി ബൈ സി പി ഇസിക്കൽ ടു പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് ആണ് 20%. സോ 100 പ്ലസ് 20 എന്ന് പറയുന്നത് 120 എന്ന് വരും. ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10%. സോ 90 എന്ന് കിട്ടും. കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 3 പോയാൽ 4/3 എന്ന് വരും. അതായത് എം പി ഇസ് ടു സി പി എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് എത്ര കിട്ടും? 4:3 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ ബി 4:3 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്കിവിടെ പഠിക്കേണ്ട റിലേഷൻ എന്ന് പറയുന്നത് എന്താ? എം പി ബൈ സി പി സിക്കൽ ടു 100 പ്ലസ് പി ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. സോ പി എന്ന് പറയുന്നത് പ്രോഫിറ്റും ഡി എന്ന് പറയുന്നത് ഡിസ്കൗണ്ടും ആണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A tangent AB at point A of a circle of radius 6 cm meet a line through the center of O at the point B. If OB is equal to 10 cm, then the length of AB is equal to. So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബിയുടെ ലെങ്ത് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ബി എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നത് എന്താ? ഒരു ടാൻജൻ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ സെൻറ്ററിൽ നിന്ന് ടാൻജൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താ ഉണ്ടാക്കുന്നത്? 90 ഡിഗ്രിയാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതായത് സെൻറ്റർ ടു ടാൻജൻറ്റ് ഫോം ചെയ്യുന്നത് എന്താ? 90 ഡിഗ്രിയാണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ 10 സെൻറ്റിമീറ്റർ ആണ് എന്ത്? നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ നമുക്ക് ബേസും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒ ബി സ്ക്വയർ മൈനസ് എ ഒ സ്ക്വയർ ഇസിക്കൽ ടു എ ബി സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഒ ബി എന്ന് പറയുന്നത് എത്ര? 10 സ്ക്വയർ മൈനസ് ഒ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഇസിക്കൽ ടു എ ബി സ്ക്വയർ എന്ന് കിട്ടും. 100 മൈനസ് 36 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 84. ഇതാണ് എന്ത്? നമ്മുടെ എ ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? √84, അതായത് 8 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? അതായത് ടാൻജൻറ്റ് ടു സെൻറ്ററിൽ ഉണ്ടാക്കണ ലൈൻ എന്താണ്? 90 ഡിഗ്രിയാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഹൈപ്പോട്ടന്യൂസ് തിയറം ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. സോ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A shopkeeper marks his good at 80% more than their cost price and allow a discount of 48% on the market price. His loss percentage is. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് കോസ്റ്റ് പ്രൈസിനേക്കാളും 80% കൂട്ടിയിട്ടാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് അവിടെ ഇട്ടേക്കുന്നത്. അതുപോലെ 48% ആണ് അവിടെ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ലോസ് ഉണ്ടായി എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് പറഞ്ഞിട്ട് എന്താ? കോസ്റ്റ് പ്രൈസുമേ 80% കൂട്ടിയിട്ടാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് ഇട്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? കോസ്റ്റ് പ്രൈസുമേ 80% കയറ്റിയിട്ടേക്കണം. അതായത് ഈ 100 80% എന്ന് പറയുന്നത് 80 കിട്ടും. അതുപോലെ 100 + 80 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 180 നമുക്ക് കിട്ടും. സോ കോസ്റ്റ് പ്രൈസുമേ 80% കയറ്റിയിട്ടേക്കണം. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 180% ആണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് വരുന്നത്. സോ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 100ൻ്റെ 180% എന്ന് പറയുന്നത് എത്ര? എം പി എന്ന് പറയുന്നത് 180 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? സി പിയും കിട്ടി, എം പിയുടെ വാല്യൂ നമുക്ക് കിട്ടി.
നമുക്ക് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്, 48% ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോസ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്തു എന്ത്, MP/CP is equal to 100 plus profit or minus loss by 100 minus discount. ഇതാണ് എന്ത്, MP-യും കോസ്റ്റ് പ്രൈസിൻ്റെയും റിലേഷൻ വരുന്നത്. അതായത് MP/CP is equal to 100 പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് പ്രോഫിറ്റ് ലോസ് ആണെച്ചാൽ മൈനസ് ലോസും ആണ് വരുന്നത് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. സോ ഇതിൽ തന്നേക്കുന്ന വാല്യൂസ് നമുക്ക് ഇടാം. MP എത്ര തന്നിട്ടുണ്ട്, 180 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ബൈ CP എന്ന് പറയുന്നത് എത്ര, 100 ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ, ലോസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ 100 മൈനസ് ലോസ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 100 മൈനസ് 48 എന്ന് പറയുന്നത് എത്ര കിട്ടും, 52 നമുക്ക് കിട്ടും. ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ലോസ് ആണ് ഉണ്ടാവുക നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ, കോമൺ ആയിട്ട് വെട്ടിക്കളയാം. 9/5 എന്ന് വരും ഇൻറ്റു 52. 5 കട്ട് ചെയ്ത് പോകാൻ വെച്ചാൽ 1. സോ നമുക്ക് എത്ര കിട്ടി, 10.4 നമുക്ക് കിട്ടി. സോ 9 ഇൻറ്റു 10.4 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 93.6 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് എത്ര കിട്ടി, 93.6 എന്ന് കിട്ടി. എന്ത് കിട്ടി, അതായത് 100 മൈനസ് ലോസ്, അതായത് ഈ വാല്യൂ ആണ് എന്ത്, 100 മൈനസ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 93.6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലോസ് നമുക്ക് എത്ര കിട്ടും, ലോസ് എന്ന് പറയുന്നത് 100 മൈനസ് 93.6 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ലോസ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ലോസ് നമുക്ക് എത്ര കിട്ടും, 6.4% ആണ് എന്ത്, നമ്മുടെ ലോസ് ഇവിടെ വരുന്നത്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ, ഓപ്ഷൻ ഡി 62/5% ആണ് എന്ത്, നമ്മുടെ ലോസ് വരുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്ത്, MP/CP is equal to 100 മൈനസ് ലോസ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. സോ നമ്മൾ ഉള്ള വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു. 180/100 ഈ 52 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 180/100 ഇൻറ്റു 52 എന്ന് പറയുന്നതാണ് എന്ത്, 100 മൈനസ് ലോസ്. സോ നമുക്ക് എന്ത് കിട്ടി, ഇത് ചെയ്തപ്പോൾ 93.6 എന്ന് കിട്ടി. അതായത് 100 മൈനസ് ലോസ് എന്ന് പറയുന്നതാണ് എന്ത്, 93.6. അങ്ങനെയാണെങ്കിൽ ലോസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 6.4 എന്ന് കിട്ടും. ഓപ്ഷനിലെ ഏത് വാല്യൂ, 62/5% ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സൈൻ സ്ക്വയർ A plus sin square A is equal to 1, then what is the value of the expression cos square A plus cos raised to 4A? സോ എന്താ നമുക്ക് തന്നേക്കുന്നത്, എന്താ, sin A plus sin square Aയുടെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, sin A plus sin square A is equal to 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, sin A is equal to 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് എഴുതി കൂടെ. അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താ, സൈൻ എ ഇസ് ഇക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താ, കോസ് സ്ക്വയർ എ ആണ് എന്ത് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, സൈൻ എ ഇസ് ഇക്വൽ ടു കോസ് സ്ക്വയർ എ എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, അതായത് കോസ് സ്ക്വയർ എ പ്ലസ് കോസ് റേസ് ടു 4എയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി എന്തറിയാം, കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് സൈൻ എ ആണെന്ന് അറിയാം. സോ കോസ് സ്ക്വയർ എ എന്ന് പകരം നമുക്ക് എന്ത് എഴുതാം, സൈൻ എ എന്ന് എഴുതാം. പ്ലസ് കോസ് റേസ് ടു 4a എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, സൈൻ സ്ക്വയർ എ എന്നും എഴുതാം. കാരണം എന്താ,
ഓൾറെഡി കോസ് സ്ക്വയർ എ എന്ന് പറയുന്നതാണ് എന്ത്, സൈൻ എ. അങ്ങനെയാണെങ്കിൽ കോസ് റേസ് ടു 4a എന്ന് പറയുന്നത് എന്താവും, സൈൻ സ്ക്വയർ എ ആവില്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, സൈൻ സ്ക്വയർ എന് പകരം കോസ് സ്ക്വയർ എന് പകരം സൈൻ എ എന്ന് എഴുതി. കോസ് റേസ് ടു 4a ന് പകരം സൈൻ സ്ക്വയർ എ നമ്മൾ എഴുതി. സോ നമുക്കറിയാം നമുക്ക് തന്ന എക്സ്പ്രഷൻ എന്താ, സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. സോ ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താവും, 1 തന്നെയാവും. സോ ഓപ്ഷൻ ബി 1 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2x plus 2 by x is equal to 5, then what is the value of x cube plus 1 by x cube plus 2 will be? അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് 2ൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്തറിയാം, ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, കെ ക്യൂബ് മൈനസ് 3k. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കാണാൻ നമുക്ക് എന്ത് വേണം, കെയുടെ വാല്യൂ വേണം. കെയുടെ വാല്യൂ കിട്ടാൻ നമുക്ക് എന്ത് വേണം, എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കെ വരുന്നത്. സോ ഈ തന്ന എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ കാണണം. സോ രണ്ടിനും 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും, എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 5/2 ആണ് എന്ത്, എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത്. സോ കെയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ വരുന്നത് കെ ക്യൂബ് മൈനസ് 3k. അതായത് 5/2 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 5/2. സോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 125/8 മൈനസ് 15/2 എന്ന് തോന്നുന്നു. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്യുക, മേലും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 125/8 മൈനസ് 60/8 എന്ന് വരും. ഇതാണ് എന്ത്, എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ. നമുക്കത് മാത്രമല്ല കൂടെ എന്താ ഒരു പ്ലസ് 2 കൂടി ഉണ്ട്. സോ പ്ലസ് 2 ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, മേലെയും താഴെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16/8 എന്ന് നമുക്ക് കിട്ടും. സോ എന്താ ഡിനോമിനേറ്റർ എല്ലാത്തിനും സെയിം ആക്കി. സോ 125 മൈനസ് 60 പ്ലസ് 16/8 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 81/8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ, എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ക്യൂബ് മൈനസ് 3k. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 5x plus 3y is equal to 15 and 2xy is equal to 6, then what's the value of 5x minus 3y? സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, അതായത് a മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു ബി, അല്ലെങ്കിൽ എന്താ 4ab. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 5x മൈനസ് 3y. അതാണ് എന്ത്, a മൈനസ് ബി. നമുക്ക് തന്നേക്കുന്നത് 5x പ്ലസ് 3y. ഇതാണ് എന്ത്, a പ്ലസ് ബി. എ ബിയുടെ വാല്യൂ നമുക്കറിയാം എന്ത്, എക്സ് ഇൻറ്റു വൈ ആണ് എന്ത്, എ ബിയുടെ വാല്യൂ വരുന്നത്. സോ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ 5x മൈനസ് 3y ഓൾ സ്ക്വയർ ഈസിക്കൽ ടു എന്താണ്, പ്ലസ് എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3y ഓൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും ബി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമും. സോ ഫസ്റ്റ് ടേം എന്താ 5x ആണ് ഫസ്റ്റ് ടേം, ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താ 3y ആണ് എന്ത്, സെക്കൻഡ് ടേമും വരുന്നത്. സോ ചെയ്യാം, 5x മൈനസ് 3y ഓൾ സ്ക്വയർ ഇസിക്കൽ ടു 5x പ്ലസ് 3yയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര, 15 ആണ് നമുക്കറിയാം. 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 to 5. സോ 2 to 5 മൈനസ് 4 ഇൻറ്റു 5 ഇൻറ്റു ഇവിടെ
എക്സ് കൊടുക്കാം, ഈ എക്സ് കളയാം. 4 × 5 × 3 എന്ന് പറയുന്നത് എത്ര? 60 ആണ് വരുന്നത്. സോ -60 × x × y. 60 × x × y. x × y എന്ന് പറയുമ്പോൾ 2xy എന്ന് പറയുന്നതാണ് 6. സോ x × y എന്ന് പറയുമ്പോൾ ബൈ 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? xy എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് കിട്ടും. സോ 60 × 3 അതായത് 225 മൈനസ് 180 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 225 മൈനസ് 180 എന്ന് പറയുന്നത് എത്ര കിട്ടും? 45 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഡിഫറൻസ് എത്ര? 45. എന്തിൻ്റെ? 5x - 3y ഹോൾ സ്ക്വയർ ആണ് എന്ത്? 45. അങ്ങനെയാണെങ്കിൽ 5x - 3y എന്ന് പറയുന്നത് എത്ര കിട്ടും? √45. അതായത് 45 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? റൂട്ടിൻ്റെ ഉള്ളിൽ 9 × 5. സോ 9 പുറത്തേക്ക് എടുക്കുമ്പോൾ 3√5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ 3√5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് a - b ഹോൾ സ്ക്വയർ = a + b ഹോൾ സ്ക്വയർ - 4ab. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീനത്ത് ആൻഡ് നസ്രീം participate in a circular race of 1.2 kilometer. They start the race at a speed of 18 kilometer and 24 kilometer respectively from the same point at the same time. After how much time will they meet at a starting point for the first time if they are running in the same direction? അതായത് ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു സർക്കുലർ റേസിലാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 1.2 കിലോമീറ്റർ. ആദ്യത്തെ ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് 18 km/h, രണ്ടാമത്തെ ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് 27 km/h. അവർ രണ്ടുപേരും പോകുന്നത് സെയിം ഡയറക്ഷനിലാണ് അവർ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെയാണെങ്കിൽ അവർ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടണേ? ആ സമയമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അവർ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സമയം, അതായത് ടൈമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത് വേണം? രണ്ടുപേരും റെസ്പെക്റ്റീവ് ടൈം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കെന്താ? രണ്ടുപേരും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 1.2 കിലോമീറ്റർ ആണ് വരുന്നത്. ബൈ 18 ചെയ്ത് എന്ത് കിട്ടും? ആദ്യത്തെ ആളുടെ ടൈമും കിട്ടും. രണ്ടാമത്തെ ആളുടെ ടൈം എന്ന് പറയുന്നത് 1.2 / 27. അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? റെസ്പെക്റ്റീവ് ടൈം നമുക്ക് കിട്ടും. സോ ആദ്യത്തെ ആളുടെ 1.2 / 18, രണ്ടാമത്തെ ആളുടെ 1.2 / 27 ആണ് എന്ത്? ടൈം ഇവിടെ വരുന്നത്. സോ രണ്ടുപേരും ടൈം, ആദ്യത്തെ ആളുടെ ടൈമും കിട്ടി, രണ്ടാമത്തെ ആളുടെ ടൈമും കിട്ടി. ഈ രണ്ടുപേരും ടൈമിൻ്റെ LCM കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ടൈം കിട്ടും. അതായത് ആ സർക്കുലർ പാത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ടൈം നമുക്ക് കിട്ടും. സോ ആദ്യത്തെ ആളുടെ ടൈം, രണ്ടാമത്തെ ആളുടെ ടൈം, രണ്ടിൻ്റെയും LCM കണ്ടുപിടിക്കാം. സോ LCM കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? അതായത് ആദ്യത്തെ ആളുടെ 1.2 / 18, രണ്ടാമത്തെ ആളുടെ 1.2 / 27 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ എന്തിൻ്റെ? ഫ്രാക്ഷൻ്റെ LCM ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. സോ ഫ്രാക്ഷൻ്റെ LCM കാണാൻ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കുക. അതായത് 1.2 1.2 അതാണ് എന്ത്? ന്യൂമറേറ്ററിലുള്ള രണ്ട് നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കാണാം. ബൈ അടിയിലത്തെ നമ്പേഴ്സിൻ്റെ എന്ത് കാണാം? HCF കാണാം. സോ HCF എന്തിൻ്റെ? 18ൻ്റെയും 27ൻ്റെയും HCF കാണാം. അതായത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? അവരുടെ റെസ്പെക്റ്റീവ് ടൈം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ആദ്യത്തെ ആളുടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, രണ്ടാമത്തെ ആളുടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ പോയിന്റ് ആയ കാരണം കട്ട് ചെയ്യാണ്ട് നമുക്ക് എന്ത് എഴുതാം? അവരുടെ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ ടൈം 1.2/18, 1.2/27 കിട്ടി. ടൈം ഇൻ ഫ്രാക്ഷൻ ഫോമിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഈ ഫ്രാക്ഷൻ ഫോമിൽ അവരുടെ LCM കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ആ സർക്കുലർ പാത്തിൽ അവർ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ടൈം നമുക്ക് കിട്ടും. സോ അത് കാണാൻ നമുക്ക് എന്ത് ചെയ്യുക? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും LCM ആണ്. സോ ഫ്രാക്ഷൻ്റെ LCM കാണുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM ആദ്യം ചെയ്യുക, ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF കണ്ടുപിടിക്കുക. സോ ന്യൂമറേറ്ററിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 1.2 എന്ന് തന്നെ നമുക്ക് കിട്ടും. ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF എന്ന് പറയുന്നത് എന്ത് കിട്ടും? രണ്ടിലും കോമൺ ആയിട്ട് എത്ര വരുന്നത്? 9 ആണ് കോമൺ ആയിട്ട് ഉള്ളത്. സോ 1.2 / 9 ഹവേഴ്സ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻ മിനിറ്റ്സിലാക്കിയിട്ട് വേണം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ. സോ മിനിറ്റ്സിലാക്കാൻ എന്ത് ചെയ്യുക? 60 ചെയ്ത് എന്താക്കാം? നമുക്ക് മിനിറ്റ്സിലാക്കാം.
സോ കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ 3-ൽ 0.4, 3-ൽ 3 വരും, 3-ൽ 20 വരും. സോ 8 മിനിറ്റ്സ് ആണ് എന്ത് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. അതായത് ഓപ്ഷൻ എ 8 ആണ് നമ്മുടെ ആൻസർ. സോ ഇവിടെ നമ്മൾ ആകെ വന്നത് എന്താ, ഈ ഫ്രാക്ഷൻ ഫോമിൻ്റെ LCM നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം. സോ ഫ്രാക്ഷൻ ഫോമിൻ്റെ LCM കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററിൻ്റെ LCM കാണാം ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF കാണാം. അങ്ങനെയാകുമ്പോൾ എന്ത് കിട്ടും, ആ ഫ്രാക്ഷൻ്റെ LCM നമുക്ക് കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Bushan's monthly income is 45,000 and his monthly expenditure is 33,000. If his monthly income is increased by 22% while monthly expenditure is increased by 11%, then what is his new monthly savings? അതായത് പുതിയ മന്ത്ലി സേവിങ്സ് എത്ര എമൗണ്ട് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് എന്താ, അതായത് മുമ്പത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കറിയാം സേവിങ്സിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ ഇവിടെ എത്ര ആണ് എമൗണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, സേവിങ്സിലുണ്ടായ ഇൻക്രിമെൻ്റ് ആദ്യം കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് വേണം, സേവിങ്സ് ഇസ് ടു എക്സ്പെൻഡിച്ചർ എന്ന റേഷ്യോ നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, മന്ത്ലി ഇൻകം തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ സേവിങ്സ് വരുന്നത്. സോ 45,000 മൈനസ് 33,000 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 12,000 ഇസ് ടു എക്സ്പെൻഡിച്ചർ എത്ര, 33,000. സോ കോമൺ ആയിട്ട് വെട്ടി കളയുമ്പോൾ 4:11 നമുക്ക് എന്ത് കിട്ടും, സേവിങ്സ് ഇസ് ടു എക്സ്പെൻഡിച്ചർ എന്ന റേഷ്യോ നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ, നമുക്ക് സേവിങ്സിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് വേണം, അലിഗേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ നടുക്കിൽ ഇൻകം, ഇവിടെ എക്സ്പെൻഡിച്ചർ, ഇവിടെ സേവിങ്സ്. ഇൻകം എത്ര പെർസെൻറ്റേജാണ് കൂടിയത്, 22% ആണ് ഇൻകം കൂടിയത്. എക്സ്പെൻഡിച്ചർ എത്ര പെർസെൻറ്റേജ്, 11% ആണ്. സോ അലിഗേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സേവിങ്സിൽ എത്ര പെർസെൻറ്റേജ് കൂടിയെന്ന് കിട്ടും. അടിയിൽ എന്ത് റേഷ്യോ വേണം, സേവിങ്സ് ഇസ് ടു എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ, അതായത് 4:11. സോ അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 22 മൈനസ് 11 എന്ന് പറയുന്നത് 11. സോ ഈ 4 എന്ത്, 11. സോ ഈ 4 11 എങ്കിൽ 11ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് എത്ര കിട്ടും, റേഷ്യോയിലെ 4 11 എങ്കിൽ 11ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ 4:11. സോ 11 എത്ര കിട്ടും, 11/4 ഇൻറ്റു 11, അതായത് 121/4, അതായത് 30/1/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 11ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 30/1/4. സോ ഇവിടെ നമ്മൾ ഡിഫറൻസ് ആണ് കണ്ടത്. സോ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് സം കാണാം. സോ 22ൻ്റെ ഒപ്പം 30/1/4 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 52/1/4%, അതായത് 52/1/4% നമുക്ക് കിട്ടും. ഇതാണ് എന്ത്, സേവിങ്സിലുണ്ടായ ഇൻക്രിമെൻറ്റ്. സോ സേവിങ്സ് എത്രയാണ്, നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് 12,000 ആണ് നമ്മുടെ പഴയ സേവിങ്സ്. ആ പഴയ സേവിങ്സിൽ എത്ര കൂടി, 52% അവിടെ ഇൻക്രിമെൻറ്റ് നടന്നത്. സോ ഓൾറെഡി സേവിങ്സ് എത്രയുണ്ട്, 12,000 അവിടെ ഓൾറെഡി സേവിങ്സ് ഉണ്ട്. ആ 12,000-ൽ എത്ര കൂടി, 52%, 52/1/4% വീണ്ടും ഒരു ഇൻക്രിമെൻറ്റ് നടന്നു. സോ എന്ത് കണ്ടുപിടിക്കണം, 12,000-ൻ്റെ 52 12,000-ൻ്റെ 52 1/4% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് എന്ത്, 12,000-ൻ്റെ 52/1/4% ആണ് എന്ത് അവിടെ ഇൻക്രീസ് ഉണ്ടായത്. ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു, ഓൾറെഡി 12,000 സേവിങ്സ് ഉണ്ട്, അതിൽ വീണ്ടും 52% ഇൻക്രിമെൻറ്റ് നടന്നു. സോ 52% എന്ന് പറയുമ്പോൾ എത്ര വരും, 50% എന്ന് പറയുമ്പോൾ 6,000 എന്ന് വരും. 2% എന്ന് പറയുമ്പോൾ എത്ര വരും, 240 എന്ന് വരും. സോ 0.426 എന്ന് വരും. അതായത് നമ്മൾ ഈ 1/4 പാർട്ട് നമ്മളിവിടെ നോക്കിയിട്ടില്ല. നമ്മൾ എന്താ നോക്കിയത്, 52% ആണ് നോക്കിയത്. സോ 12,000-ൻ്റെ 52% എന്ന് പറയുന്നത് 50% എന്ന് പറയുന്നത് 6,000, 2% എന്ന് പറയുന്നത് 240 കിട്ടും. സോ 6,240 എന്ത് അവിടെ ആ വർധനവ്, അതായത് അത്രയാണ് 6,240 അവിടെ കൂടിയത്. സോ ഓൾറെഡി 12,000 ഉണ്ട്, അതിലെത്ര കൂടി, 6,240 കൂടി. സോ എത്ര കൂടും, 18,240 അവിടെ പുതിയ സേവിങ്സ് വന്നത്. നമ്മൾ ഏത് നോക്കിയില്ല,
ഈ 52 1/4 നമ്മളിവിടെ നോക്കിയിട്ടില്ല. കാരണം എന്താ, ഇതിൻ്റെ അടുത്ത് വരുന്ന വാല്യൂ ആവും നമ്മുടെ ആൻസർ വരിക. സോ ഓൾമോസ്റ്റ് അടുത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്ര? 18,270 ആണ് വരുന്നത്. അത് ആ ഇൻക്രിമെൻ്റ് വരാൻ കാരണം എന്താ, അതായത് 40-70 ആയത് ഈ 1/4% നമ്മൾ നോക്കാത്ത കാരണമാണ് അവിടെ ഇൻക്രിമെൻ്റ് അവിടെ ഉണ്ടായത്. സോ നമ്മുടെ ആൻസർ എത്ര? 18,270 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 25 ആൻഡ് 45. സോ തേർഡ് പ്രൊപ്പോർഷൻ കാണാൻ B²/A, അതായത് 45 × 45/25 പകരം നമുക്ക് 5 × 5 എഴുതാം. സോ 9 കട്ട് ചെയ്ത് പോവും, വീണ്ടും 9 പോവും. സോ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 81 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The three sides of the triangle are 9, 24 and S unit. Which of the following is correct? അതായത് ട്രയാങ്കിളിലെ സൈഡ് ലെങ്ത് എത്ര? 9, 24, S ആണ് തന്നേക്കുന്നത്. ആ എസ് ഓപ്ഷനിൽ ഏത് റേഞ്ചിൻ്റെ ഇടയിൽ പെടുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം എന്ത്, നമുക്ക് ആദ്യം 2 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? ആദ്യത്തെ 24ഉം രണ്ടാമത്തെ 9ഉം. ആദ്യം എന്ത് ചെയ്യുക? ഇവരുടെ സമ്മ് കാണാം. സമ്മ് കാണുമ്പോൾ എന്ത് കിട്ടും? 24 + 9 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 33 എന്ന് കിട്ടും. ഇതുപോലെ ഇവരുടെ ഡിഫറൻസും കാണാം. 24 - 9 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. സോ 2 സൈഡ്സിൻ്റെ സമ്മും കണ്ടു, ഡിഫറൻസും കണ്ടു. സോ ഈ മൂന്നാമത്തെ സൈഡ്, അതായത് ഈ എസ് എന്ന് പറയുന്ന സൈഡ് എന്ത് വരും? 15ൻ്റെയും 33ൻ്റെയും ഇടയിലാണ് എന്ത് വരിക? എസ് എന്ന് പറയുന്ന തേർഡ് സൈഡ് വരിക. സോ ഇത് ഓപ്ഷനിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എയിലാണ് വരുന്നത്. അതായത് നമുക്ക് തന്ന 2 സൈഡിൻ്റെയും അഡീഷനും കാണാം, സബ്സ്ട്രാക്ഷനും കാണാം. സോ ആ 2 നമ്പറിൻ്റെയും റേഞ്ചിൻ്റെ ഇടയിലാണ് എന്ത് വരിക? നമ്മുടെ മൂന്നാമത്തെ സൈഡ് എന്ന് വരുന്നത്. അതായത് 15ൻ്റെയും 33ൻ്റെയും ഇടയിലാണ് എന്ത് നമ്മുടെ എസ് എന്ന് പറഞ്ഞ തേർഡ് സൈഡ് ഇൻക്ലൂഡ് ആവുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x + 1/x = 7, then what's the value of x² + 1/x²? So x + 1/x ൻ്റെ വാല്യൂ a ആണെങ്കിൽ x² + 1/x² എന്ന് പറയുന്നത് എന്താ? a² - 2. ഇവിടെ എന്ന് പറയുന്നത് എത്ര വരുന്നത്? a എന്ന് പറയുന്നത് 7 ആണ്. സോ 7ൻ്റെ സ്ക്വയർ -2 എന്ന് പറയുന്നത് 49 - 2, അതായത് 47 ആണ് എന്ത് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് x² + 1/x² എന്ന് പറയുന്നത് എത്ര? ഓപ്ഷൻ എ 47 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If a right circular cone of height 24 cm has a circumference of its base 42 pi cm, then what's the volume of the cone? സോ ഒരു കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ? = 1/3 πr² ആണ് എന്ത് ഒരു കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇതിലെന്താ എച്ച് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. R നമുക്ക് തന്നിട്ടില്ല. പകരം എന്താ? ബേസിൻ്റെ സർക്കംഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 42 പൈ ആണ് തന്നിട്ടുണ്ട്. സോ ഈ 42 പൈ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? R, അതായത് റേഡിയസിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. സോ സർക്കിളിലെ സർക്കംഫറൻസ് ആണ് എത്ര? 42 പൈ സെൻറ്റിമീറ്റർ. അതായത് 2πr ആണ് എന്ത്? 42 പൈ. സോ ബേസിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ സർക്കിളിലെ സർക്കംഫറൻസ്, അതായത് സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 2πr. ആ 2πr ആണ് എന്ത്? 42. അങ്ങനെയാണെങ്കിൽ പൈയും വെട്ടി ഇത് പോയി 2 അടിയിലേക്ക് പോകുമ്പോൾ എത്ര വരും? 21 എന്ന് വരും. സോ R എന്ന് പറയുന്നത് എത്ര? 21 ആണ് നമ്മുടെ ആൻസർ. സോ കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. 1/3 × പൈക്ക് പകരം 22/7 × R എന്ന് പറയുന്നത് 21. 21 × 21 × 24. സോ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11,088 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് എന്താ? അതായത് കോണിൻ്റെ വോളിയമാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 1/3 πr² ആണ് എന്ത് കോണിൻ്റെ വോളിയവും, അതുപോലെ 2πr ആണ് എന്ത് സർക്കിളിലെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്.
സോ ആൻസർ എത്ര 11088 ആണ് നമ്മുടെ ആൻസർ. വോളിയം എന്ന് പറയുന്നത്, അതായത് കോണിൻ്റെ വോളിയമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11? അതായത് 11 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പറാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 11 നിന്ന് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് ആദ്യം കാണണം. അല്ലാത്ത എന്താണ്? അല്ലാത്തതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം, 1 6 6 1 3 0 8 എടുക്കാം. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുക്കുമ്പോൾ 8 3 6 1 വരും, 0 1 6 എന്ന് വരും. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ സം എടുക്കുക. സം എടുക്കുമ്പോൾ എത്ര കിട്ടും? 8 + 3 + 6 + 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. അതുപോലെ 0 + 1 + 6 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. സോ ഈ ആൾട്ടർനേറ്റീവ് സമ്മിൻ്റെ ഡിഫറൻസ് കാണാം. 18 - 7 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടും. സോ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ എന്താണ്? ആ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 11 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്താ? ഇതെന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ 1 9 0 4 5 2 9 ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുക്കുക. 9 + 5 + 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. 2 + 4 + 9 എന്ന് പറയുന്നത് എത്ര വരും? 15 എന്ന് വരും. രണ്ടിൻ്റെയും ഡിഫറൻസ് എത്ര കിട്ടിയത്? 0 ആണ് കിട്ടിയത്. സോ 0 വന്നുകൊണ്ട് എന്താ? അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഓപ്ഷൻ ബിയും അല്ല. 1 7 3 5 6 2 4 4 + 6 + 3 + 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4 + 6 + 3 + 1 എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും. 2 + 5 + 7 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 14 നമുക്ക് കിട്ടും. സോ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 0 ആണ് വന്നത്. സോ ഓപ്ഷൻ സിയും എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് വന്നത്. സോ ഓപ്ഷൻ സിയും അല്ല. ഇനി എന്താ? ഓപ്ഷൻ ഡി നോക്കുമ്പോൾ 5 2 5 6 3 ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുക്കുക. 3 + 5 + 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 13 എന്ന് കിട്ടും. 6 + 2 + 7 എന്ന് പറയുന്നത് എത്ര വരും? 15 ആണ് വന്നത്. സോ ഡിഫറൻസ് എത്ര? ഡിഫറൻസ് 2 ആണ് വന്നത്. എന്തല്ല? 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല കിട്ടിയത്. സോ ഇതെന്താ? ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.